മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദം ഉപേക്ഷിച്ചതോടെ ദേവേന്ദ്ര ഫട്നാവിസ് ഏതായാലും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം എന്ന പിടിവാശി ഉപേക്ഷിച്ചെങ്കിലും ശിവസേന മുന്നോട്ട് വച്ചിരിക്കുന്ന, അതായത് ഏക്നാഥ് ഷിൻഡെയുടെ പക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ കൗതുകമുണ്ട്. പ്രേംലാൽ നമ്മളോടൊപ്പം ചേരുകയാണ് മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം എന്താണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെന്ന്. പ്രേംലാൽ, ഗുഡ് മോർണിംഗ്. ഏതായാലും ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കങ്ങളില്ല. ഏക്നാഥ് ഷിൻഡെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ഷിൻഡെയെ ഏത് രീതിയിലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അനുനയിപ്പിച്ചിരിക്കുന്നത്? എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് മനു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 4 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ നീളുന്ന സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു സസ്പെൻസ് അവസാനിപ്പിച്ച ഷിൻഡെയുടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം. ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തെ അംഗീകരിക്കുമെന്നാണ് ഷിൻഡെ വ്യക്തമാക്കിയത്. എൻ.സി.പി നേതാവ് അജിത് പവാർ നേരത്തെ തന്നെ ഫട്നാവിസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഡൽഹിയിൽ നടക്കുന്ന ബി.ജെ.പി ഉന്നത നേതാക്കളുമായുള്ള യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക. കൂടാതെ സർക്കാർ രൂപീകരണ ചർച്ചകളും ഇന്ന് ഡൽഹിയിൽ നടക്കും. ഏക്നാഥ് ഷിൻഡെയും സ്ഥാനമൊഴിയുന്ന ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. ഡിസംബർ 2-ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയുണ്ട്. ഉപമുഖ്യമന്ത്രിയാകാൻ പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാന പദവിയും ഷിൻഡെക്ക് വാഗ്ദാനം നൽകിയതായാണ് അറിയാൻ കഴിഞ്ഞത്. ഉപാധികളോടെയാകും ഷിൻഡെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. മിക്കവാറും കൂടുതൽ പ്രധാന വകുപ്പുകളും ആവശ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏക്നാഥ് ഷിൻഡെയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബാവൻകുലെ അടിയന്തര വാർത്താ സമ്മേളനം നടത്തിയാണ് ഷിൻഡെയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. പിന്നാലെ ബി.ജെ.പി നേതാക്കളും ഷിൻഡെയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരുന്നു. ഇതോടെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള സസ്പെൻസ് അവസാനിച്ചതെന്ന് പറയാം. മുഖ്യമന്ത്രിയുടെ ഷിൻഡെയുടെ പത്രസമ്മേളനത്തിന് ശേഷം ദേവേന്ദ്ര ഫട്നാവിസും മാധ്യമങ്ങളെ കണ്ടിരുന്നു. മഹായുതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പാർട്ടി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം അടുത്ത തീരുമാനമെടുക്കുമെന്നാണ് ഫട്നാവിസും അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഇന്ന് ഡൽഹിയിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാര്യങ്ങൾ വ്യക്തമാണ്. മഹാരാഷ്ട്രയിൽ ഏതായാലും ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിലെ തർക്കങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. വിവരങ്ങളാണ് നൽകിയത് ഇപ്പോൾ നമുക്ക് പ്രേംലാൽ. പക്ഷേ ഏക്നാഥ് ഷിൻഡെ മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ എന്താണെന്ന് നമുക്ക് വരും സമയങ്ങളിൽ അറിയാം.